ഹലോ നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ പറയാൻ പോകുന്നത് രേണുവിനെക്കുറിച്ചാണ്. രേണു കഴിഞ്ഞ 1-2 വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയ ഒരു കാര്യമുണ്ട്. അപ്പം എനിക്കൊന്ന് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്ന് പറയുന്നത്. രേണുവിന് കിട്ടിയെന്ന് പറഞ്ഞാലൊരു മഹാസൗഭാഗ്യമാണ്. ഒരിക്കലും രേണുവിന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീടാണെങ്കിൽ ഫിറോസിക്കയും അതുപോലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒത്തിരി നല്ല ആൾക്കാരുടെ ഒരു കരുണ കൊണ്ടാണ് ഈ ഒരു വീട് കിട്ടിയത്. ഇതുപോലും കിട്ടാതെ കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്ത ഒത്തിരി ജനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഒത്തിരി സഹോദരിമാരുണ്ട്. ഇവർക്കാർക്കും ഒരു ആൾക്കാർ പോലും സഹായിക്കാനില്ലാതെ ഒരു നേരത്തേക്ക് ആഹാരം പോലും കിട്ടാതെ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂട്ടത്തിൽ ഈ രേണുവിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മഹാസൗഭാഗ്യം തന്നെയാണ് കിട്ടിയത്. അതിനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ഇതിപ്പം നമുക്ക് ഒരു സഹായം ചെയ്തവരെ ഇപ്പം ഓരോ വായി തോന്നിയ കാര്യങ്ങളെല്ലാം പറയുകയും അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്യുമെന്ന് അത് തെറ്റായ കാര്യങ്ങളാണ്. ഞാൻ ആ വീടിൻ്റെ ഒരു വീടിൻ്റെ ഇത് കണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. ആ വീടിനെ കുറിച്ച് പറയുകയോ എടുക്കുകയോ ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ ബെഡ്ഷീറ്റ് പോലും ഈ ഫിറോസിക്കയും അങ്ങനെയുള്ള കുറച്ച് പേര് നല്ല ആൾക്കാർ തന്ന സാധനങ്ങളാണ് അവിടെ വീട്ടിൽ കിടക്കുന്ന മൊത്തം. ഒന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്കൊരു സഹായങ്ങൾ ഒരാൾ മുന്നോട്ട് വന്ന് തരുമ്പോഴത്തേന് നമ്മൾ അവരെ എപ്പോഴും നമ്മൾ നല്ല കാര്യം നമുക്ക് അവരുടെ കാര്യങ്ങൾ അവർ പറയാൻ പറ്റത്തില്ലെങ്കിൽ അവരങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അവരെ ഒരു സഹായം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് ഒരിക്കലും ഒരു തെറ്റായ കാര്യങ്ങൾ നമ്മൾ പറയരുത്. നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കണം. നമ്മൾ അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കണം. ഒരു മനുഷ്യർ പോലും അങ്ങനെ ദൈവം ഒരാളിലൂടെ വന്ന് പ്രവർത്തിക്കുന്നതാണ് ഒരാൾ നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ. അല്ല നമുക്ക് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ വരുന്നില്ല. ഒരു മനുഷ്യരിലൂടെയാണ് നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അവരെ ഉപദ്രവിക്കുകയോ നമുക്കൊന്നും അവർക്ക് സഹായം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും അവരെ ദ്രോഹിക്കരുത്. അതാണ് ഞാൻ പഠിച്ച പാഠം. അങ്ങനെ എന്നെപ്പോലെ ഒത്തിരി സഹോദരിമാർ മുന്നോട്ട് വന്ന് ഇങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷെ അവരാരും വന്ന് പറയുന്നുമില്ല. പക്ഷേ എനിക്ക് രേണു ഒരു കാര്യം പറയാനുള്ളൂ. രേണു റീൽസ് ചെയ്യുവോ സിനിമയിൽ അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, അതിനകത്ത് ഒരാൾക്കാരും അതിനെതിരല്ല. ഈ പറയുന്ന മീഡിയക്കാരും ഇങ്ങനെ രേണു അത് ചെയ്യുന്ന പറയുന്ന ആൾക്കാരല്ല. പക്ഷേ രേണു ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് അവരങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരാണ്. അല്ലാതെ രേണുവിനെ ഒരിക്കലും